Hello my dear beautiful boys and beautiful girls. Are you happy? I am here, Joby Wailangal. ഇന്ന് നമുക്കിടയിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്നത് സ്ത്രീകളാണെങ്കിൽ ശരി അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ശരി സാധാരണയായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അത് സാധാരണ കൊച്ചു കുട്ടികൾ വരെയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാറുള്ളത് ഒരു 1.5-2 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ഉപയോഗിക്കണമെന്നാണ്. എന്തായാലും ആ വെള്ളത്തിൻ്റെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്നിരുന്നാലും കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടൊരു മാർഗ്ഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലങ്കാൽ. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇതുപോലൊരു പാത്രം എടുത്ത ശേഷം അതിൻ്റെ 3/4 ഭാഗത്തോളം സാധാരണ പച്ചവെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഒരു തേങ്ങ ഇതേപോലെ തന്നെ പോലത്തെ ഈ എല്ലാ കവറും കളഞ്ഞ ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് ഇതുപോലെ വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു 15 മിനിറ്റ്സ് ശരിക്കും ഇത് ബോയിലാവണം. 15 മിനിറ്റ്. നമുക്കിത് മൂടി വെക്കാം. അതിനുശേഷം 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ വെള്ളം ശരിക്ക് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇതേപോലെ തന്നെ വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ തേങ്ങയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളും നമുക്ക് ആ ഒരു തേങ്ങ വെള്ളത്തിലേക്ക് കിട്ടുള്ളൂ. ആ തേങ്ങ വെള്ളമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് 5 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് 5 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഈ എടുത്തിരിക്കുന്ന തേങ്ങ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മുടെ തേങ്ങയുടെ ഈ ഒരു പോർഷൻ ശരിക്കും പൊട്ടിക്കുക, ശരിക്കും തുളയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് ഈ വെള്ളം ഈ ചൂടോട് കൂടി തന്നെ ഈ വെള്ളം മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മുടെ ഗ്ലാസ്സിൽ കിട്ടുന്ന ഈ വെള്ളം ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കുടിക്കാവുന്നതാണ്. സാധാരണ കിഡ്നി സ്റ്റോൺ ഉള്ളവർ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കിഡ്നി സ്റ്റോണും നിങ്ങൾക്ക് മാറിക്കിട്ടും. കാരണം ഇത് കുടിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ യൂറിന് പോകുമ്പോൾ നിങ്ങളുടെ യൂറിൻ പോകുന്ന സമയത്ത് തന്നെ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ കളർ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ കിഡ്നി സ്റ്റോൺ ഉരുകി മാറിപ്പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള കിഡ്നി സ്റ്റോൺ ചെറുതും വലുതുമായ എല്ലാ കിഡ്നി സ്റ്റോണും ഉരുകി പോകാനും നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നു. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രം ഉണ്ടാക്കി തയ്യാറാക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ഇതുപോലെ ചൂടാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കുക, അതിനുശേഷം കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങാ വെള്ളം ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കിഡ്നി സ്റ്റോണിനെ നശിപ്പിച്ച് കളയാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ രാത്രിയിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രം ഉണ്ടാക്കുക, അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ പിറ്റേ ദിവസം നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ചേഞ്ചസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്വാഭാവികമായിട്ടുണ്ടെന്നുള്ള യൂറിൻ്റെ ആ കളർ മാറി നോർമലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കളർ ഉണ്ടാകും. നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ കിഡ്നി സ്റ്റോൺ സാവധാനം ഉരുകി പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കിഡ്നി സ്റ്റോൺ അവോയ്ഡ് ചെയ്ത് കളയാന്നുള്ളൂ. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്കാൽ. അതുവരേക്കും ഷോർട്ട് ബൈ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കാൽ.